കലാസാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖരാണ് തവണ പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. പ്രശസ്ത നർത്തകി മേതിൽ ദേവിക ദൂരദർശനോട് പൊങ്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. മനസ്സിൽ ഭക്തി നിറച്ച് ആറ്റുകാലമ്മയുടെ പാതാര ബിന്ദങ്ങളിൽ ഭക്തലക്ഷങ്ങളാണ് പൊങ്കാലയിട്ട് സായുജ്യമടഞ്ഞത്. നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ, രാവിലെ മാത്രമല്ല ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ ഈ അനന്തപുരിയിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു. അവരെല്ലാവരും കാത്തിരുന്നു, പൊങ്കാലയെടുപ്പിൽ തീ പകർന്നു, പൊങ്കാല നിവേദിച്ചു. അങ്ങനെ അവരുടെ ആത്മസായുജ്യം, എല്ലാ ദുഃഖങ്ങളും അമ്മയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച് അങ്ങനെ എല്ലാ ദുഃഖങ്ങളും അകറ്റണേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ടാണ് അവർ മടങ്ങുന്നതും. എന്തായാലും ഒട്ടേറെ പേരാണ് ഈ അമ്മയ്ക്ക് മുന്നിൽ വലിപ്പച്ചെറുപ്പമില്ല, ജാതിമത വ്യത്യാസമില്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മനസ്സുരുകിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. നമ്മോടൊപ്പം പ്രശസ്ത നർത്തകി മേതിൽ ദേവിക ഉണ്ട്. മാഡം, പൊങ്കാല വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിശേഷം. പിന്നെ ഞാൻ എപ്പോഴും ഇടാറില്ല. എനിക്കെല്ലാം ഒരുക്കി തരുന്ന റാണി ചേച്ചിയാണ്. പിന്നെ എനിക്ക് ഇത്തവണ ഇട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, എന്താ പറയുക, കുറെ ഭയങ്കര നോയ്സി ആയ പോലെ. ഞാൻ മുമ്പൊക്കെ ഇടുമ്പോൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ട് അത്രയും ലൗഡ് മ്യൂസിക് ഒന്നും ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കേരളം, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഒരു സ്ത്രീകളുടെ മാത്രമായിട്ടൊരു ഫെസ്റ്റിവൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുമ്പോൾ മുമ്പുണ്ടായിരുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നതാണെങ്കിൽ എനിക്കൊക്കെ അതാണ്. നമ്മളെപ്പോഴും ബ്യൂട്ടിയാണല്ലോ എല്ലാത്തിനും നോക്കുക. ഇന്ന് നമ്മുടെ ഹൃദയത്തിനെ പിളർന്നുകൊണ്ട് ഇങ്ങനെ വാഹനങ്ങള് പൊങ്കാല നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങള്, അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. ഈ നിവേദ്യങ്ങളിലെല്ലാം മണ്ണും പുകയും കരിയും ഡീസലും ഇതുമെല്ലാം അവശ്യ സാധനങ്ങള്, ആംബുലൻസ്, സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഇത് മാത്രം ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേനെ. ഈ നമ്മുടെ മലയാളികളുടെയൊക്കെ ഒരു ചെറിയൊരു വികാരമാണ് ഈ ആറ്റുകാൽ പൊങ്കാലയിൽ നമ്മുടെ അഭീഷ്ടകാര്യ സിദ്ധിക്കായിട്ട് പൊങ്കാല അർപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഇവരെല്ലാം വളരെ സന്തോഷത്തോടെയും അതുപോലെ തന്നെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അനന്തപുരിയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ശ്രീകുമാർ.